ഹായ് ഗുഡ് മോർണിംഗ്. സിദ്ധീസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ ഒരു അടിപൊളി പരിപാടിയും ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്, നല്ല മഴയാണ്. സമയം 7:30 കഴിഞ്ഞു. ഞങ്ങൾ സിദ്ധി എഴുന്നേറ്റതേ ഉള്ളൂ. ഞങ്ങൾ ഇന്നൊരു അടാർ പോത്ത് ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഞങ്ങളൊരു അടാർ പോത്ത് ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ്. അതിന് പോത്ത് വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞാനും സിദ്ധിയുടെ പോവുകയാണ്. സലീമണ്ണ, ബിരിയാണിക്കുള്ള ഒരു നല്ല പീസ് നോക്കി കൊണ്ട് എടുത്തേ. അല്ല അത് കണ്ടല്ല പറ്റും, അത് കണ്ടേ പറ്റും. സലീമണ്ണ, ഇത് ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമില്ല. 10-15 കൊല്ലമായില്ലേ ഇവിടെ നിറച്ച് വാങ്ങിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ സാധനം ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. നല്ല പോത്ത, നമ്മുടെ നല്ല ബിരിയാണിക്കുള്ള പീസാണ്. നമ്മുടെ സലീമിക്കാണ് ഇതിൻ്റെ ആള്. 10-15 കൊല്ലത്തിന് മേളായി ഈ കടയിൽ വന്ന് ഇറച്ചി വാങ്ങിക്കാൻ തുടങ്ങി. നമ്മുടെ പോത്തിനെ നല്ല രീതിയിൽ കുളിപ്പിച്ചെടുക്കാൻ പോവാണ്. നമുക്ക് നല്ല കിണറ്റ് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കുളിപ്പിച്ചെടുക്കാം. നമ്മുടെ അരിക്കുള്ള വെള്ളം നല്ല കലത്തിൽ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ ബെയിലി ലീഫും ഗ്രാമ്പൂ, കറുകപ്പട്ട, കുരുമുളക് എല്ലാം ചേർത്ത് കഴുകി ജീര റൈസാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ വേണം തന്നെ ഇടാൻ. നമുക്കിതിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഒരു നാരങ്ങ രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട്. ആ നാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം, ഒരുപാട് വേവുള്ള അരിയല്ല, പെട്ടെന്ന് നമുക്ക് ഊറ്റിയെടുക്കാം. നമ്മൾ ഏകദേശം ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തുനിന്ന് അരച്ചെടുക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരയ്ക്കാം മിക്സിക്കകത്ത്. ബീഫ് പോത്തെല്ലാം കൂടെ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മിക്സ്, ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ട് വേവിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് എല്ലാം പിടിക്കും. ഏകദേശം 1.5 സ്പൂണോളം ഉപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്രേവി സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിലും ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പോത്തിൻ്റെ ചെറിയൊരു സ്മെല്ലുണ്ട്, അത് നമുക്ക് കിട്ടില്ല. മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഈ സവാള ഇതിനകത്ത് അരിഞ്ഞു കൊടുക്കാം. നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടതാണ്. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കളർ ആവശ്യമില്ല. ഏകദേശം 2 സ്പൂണോളം മല്ലിപ്പൊടി ഇടുക. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് പൊടി നമുക്ക് ഏറെ ഇടാം. കാരണം നമ്മൾ മുളക് പൊടി ഒത്തിരി ചേർക്കുന്നില്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി വഴറ്റുന്നതിന് വേണ്ടിയിട്ട് വേണം. ഉള്ളി നന്നായിട്ട് ക്രിസ്പിയായിട്ട് വഴറ്റി ബിരിയാണിക്കകത്ത് ഇടാനായിട്ടാണ്. അപ്പം നല്ല രീതിയിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 3 സ്പൂൺ നെയ്യോളം നമുക്ക് ആവശ്യമുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് നീളത്തിൽ ചീകി അരിഞ്ഞതാണ്. ഉള്ളി നമ്മൾ ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റുക. നല്ല രീതിയിൽ നല്ല ബ്രൗൺ കളറാവണം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടിച്ച് നമ്മുടെ പോത്തിനകത്ത് ചേർത്ത് കൊടുക്കണം. ബാക്കി നമുക്ക് റൈസിലും ഇടണം. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസൊക്കെ ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുകൂടെ വഴറ്റി ബാക്കി കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം നമുക്ക് വഴറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയെടുക്കാം. നമ്മുടെ ബീഫ് നല്ല രീതിയിൽ വിസിലൊക്കെ വന്നിട്ട് നല്ലതായിട്ട് നല്ല മണമൊക്കെ വന്ന് ഇരിപ്പുണ്ട്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇനി ബാക്കി മസാലയൊക്കെ വെക്കണം. ഈ വെള്ളവും നമുക്ക് ആവശ്യമുണ്ട്. മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. നമ്മുടെ ഏകദേശം ഒരു ബ്രൗൺ നിറം ആവുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് മറ്റൊരു
നമുക്ക് കുറച്ചുകൂടെ ബ്രൗൺ നിറമായിട്ട് നമുക്കിത് മാറ്റാം. ആ സമയത്ത് നമുക്ക് ബീഫ്, അതായത് പോത്ത് മസാലയ്ക്കുള്ള നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഒഴിച്ചു എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ സവാളയും തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴലേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഏകദേശം 1 സ്പൂണോളം ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് കിസ്മിസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ബ്രൗൺ നിറമാകണം. എല്ലാം നമ്മൾ നെയ്യിൽ തന്നെയാണ് പൊരിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന നെയ്യാണിത്. അപ്പം അത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റും. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ബീൻസും ക്യാരറ്റും ഇതിലേക്ക് വഴറ്റാനായിട്ട് ചേർത്ത് കൊടുക്കാം. ബീൻസും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മുടെ ജീര റൈസ് ചെറിയ റൈസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇളക്കി കൊടുത്ത് ഇത് വഴലുന്ന സമയം വരെ ഇളക്കി കൊടുത്ത് വഴറ്റണം. ഇതിലേക്ക് ബീഫ് മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഓൾറെഡി അതിനകത്ത് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്താണ്. ഇതിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം ബിരിയാണിക്ക് നമുക്ക് ഒത്തിരി മുളക് പൊടിയുടെ ആവശ്യമില്ല. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ കറക്റ്റ് കുക്കറിൽ അടിച്ചു വെച്ചിരിക്കുന്ന പോത്തൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലുള്ളത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം പെരുംജീരകം നല്ല രീതിയിൽ ചതച്ച് പോത്തിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കുക്കറിൽ അടിച്ചപ്പം ഉള്ള വെള്ളമാണ്, അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. ഇത് നല്ല രീതിയിൽ കൊഴുത്ത രീതിയിൽ പറ്റിച്ചെടുക്കണം ഈ വെള്ളമെല്ലാം. നമുക്ക് റൈസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വെജിറ്റബിൾസും കാഷ്യൂവും കിസ്മിസും എല്ലാം നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. അതേസമയം നമ്മുടെ ബീഫും കറക്റ്റ് പരുവത്തിന് ആയി ഇരുന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. കിസ്മിസും കാഷ്യൂവും നമുക്കതിനകത്ത് മിക്സ് ചെയ്യാം. അതിലേക്ക് മിക്സ് ചെയ്യാം. ഫ്രൈഡ് ഓണിയൻ ആണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് ബിരിയാണിയുടെ. ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. ലെയർ ലെയർ ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഫുള്ള് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് ഫുള്ള് മിക്സ് ചെയ്യാൻ പോവാണ്. നല്ല ആവി പറക്കുന്ന സൂപ്പർ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ മിക്സ് ചെയ്യാം. ഫുള്ള് മിക്സ് ചെയ്തിട്ടുണ്ട്. മല്ലിയില ഇപ്പോൾ ഇട്ട് കഴിയും. ഫുള്ള് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ മുകളിൽ വെച്ച് കൊടുക്കാം. Oh, let me up with a bright smile on now. Put me in the dark, so won't get lost now. To the moonlight, I see